നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഭാരതം. നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റ് തന്നെ $80 ബില്യൺ ഏതാണ്ട് 2.1% GDP-യുടെ ചിലവാക്കുന്നത് പ്രതിരോധ ആവശ്യത്തിനാണ്. നമ്മൾ അനുഭവിക്കുന്ന ദേശീയ സുരക്ഷാ ഭീഷണി നേരിടാനായി വളരെ വലിയ തോതിൽ ആയുധങ്ങൾ വേണം. പക്ഷേ തദ്ദേശീയമായി ഭാരതം ഏതാണ്ട് 60 മുതൽ 67% വരെ ആയുധങ്ങൾ, നമുക്കാവശ്യമുള്ള ആയുധങ്ങൾ ഉത്പാദിപ്പിക്കുന്നുമുണ്ട്. ആ ശേഷിച്ച ആയുധങ്ങൾ മാത്രമാണ് ഇറക്കുമതി ചെയ്യുന്നത്. വിമാനങ്ങൾ, വിമാന ഘടക ഭാഗങ്ങൾ, എൻജിനുകൾ, വിമാന എൻജിനുകൾ എന്ന് വേണ്ട ടാങ്കുകളുടെ എക്യുപ്മെൻറ്റുകൾ, അങ്ങനെയുള്ള ടെക്നോസെൻട്രിക് ആയതും അല്ലാത്തതുമായ കാര്യങ്ങൾ. എന്നാൽ ഹാർഡ്വെയർ പല കാര്യങ്ങളും ഭാരതം തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. MiG-21 വിമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാനുള്ള അനുവാദം റഷ്യ തന്നിട്ടുമുണ്ട്. അതേസമയം ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ ഡിഫൻസ് കയറ്റുമതി രംഗത്തേക്ക് വളരെ വലിയ തോതിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അതിനുള്ള നിമിത്തമെന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം, ഇസ്രയേൽ ഗസ യുദ്ധം. ഈ 2 യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻ ശക്തികൾ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും കൈവശമുള്ള ആയുധ ശേഖരം, പ്രത്യേകിച്ച് അമ്യുണീഷൻസിൻ്റെ തോത് ഭീതിതമായ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. അത് റീപ്ലനിഷ് ചെയ്യാനായി ഉടനെയെങ്കിലും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ വളരെ വലിയ വിപണിയാണ് ഭാരതത്തിന് തുറന്നു കിട്ടുന്നത്. അതിന് തക്ക ഉത്പാദന ശേഷി ഭാരതത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉത്പാദന ശേഷി കൂട്ടേണ്ടി വരും. നിലവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും ഉത്പാദനമുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതിലൊക്കെ വലിയ ഉത്പാദനമാണ്. അതാണ് ഒരുപക്ഷെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ സ്വകാര്യ കമ്പനികളായ ലാർസൻ ആൻഡ് ട്യൂബ്രോ, അതുപോലെ ഈ ടാറ്റയുടെ പല കമ്പനികൾ, ലൈലൻഡ്, അശോക് ലൈലൻഡ്, ഇതൊക്കെ തന്നെ പ്രതിരോധ ഉപകരണങ്ങളും യന്ത്രഭാഗങ്ങളും വാഹനത്തിൻ്റെ യന്ത്രഭാഗങ്ങളും ഒക്കെ തന്നെ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളാണ്. അതൊക്കെ കുറച്ചൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് $2.1 ബില്യൺ കയറ്റുമതിയാണ് നമുക്ക് പ്രതിരോധ രംഗത്ത് ഉള്ളത്. പക്ഷേ അത് 10 ഇരട്ടിയല്ല, അതിനേക്കാൾ കൂടുതലായി വ്യാപിപ്പിക്കാനുള്ള വിശാലമായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഒരുങ്ങുന്നത്. അതാണ് ഈ ഒരു സംഭാഷണത്തിൻ്റെ ഇതിവൃത്തവും. അതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം കൈവരിക്കാം എന്നാണ്. നമുക്കൊരു പൊതുമേഖല ബാങ്കുണ്ട്, എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. എക്സിം ബാങ്ക് ഈ അടുത്ത സമയത്ത് അതിൻ്റെ നയം ഒന്ന് പുനഃപരിശോധിച്ചു. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഡയറക്റ്റീവ്സ് അനുസരിച്ച് വലിയ തോതിലുള്ള ലോൺ അനുവദിക്കാൻ, ആർക്കാണ്, വിദേശ രാജ്യങ്ങൾക്ക് ലോൺ അനുവദിക്കാൻ എക്സിം ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകമായ ഈ സ്വല്പം അവികസിത രാജ്യങ്ങളാണ് ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെ പല രാജ്യങ്ങൾ നമ്മുടെ ക്ലയൻറ്റ് ലിസ്റ്റിലുണ്ട്. അവരൊക്കെ ആയുധങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഷെൽസും മോട്ടോഴ്സും പീരങ്കികളും അങ്ങനെയുള്ള ആയുധങ്ങൾ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനമുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റുകളുടെ ഒരു വലിയ നിരയുണ്ട്. ത്രിശൂൽ, അഗ്നി, നാഗ്, അങ്ങനെയുള്ള ഒരുപാട് റോക്കറ്റുകളുടെ പല ദൂരങ്ങളുള്ള റോക്കറ്റുകളുടെ ഒരു നിരയുണ്ട്. മധ്യദൂര റോക്കറ്റുകളുണ്ട്, ദീർഘദൂര റോക്കറ്റുകളുണ്ട്. അതിൽ ചിലതൊന്നും വിൽക്കാനാവില്ല. തന്ത്രപ്രധാനമായ ചില കാര്യങ്ങളാണ് വിൽക്കാനാവില്ല. അതേസമയം എയർ ടു എയർ മിസൈൽസ്, സർഫസ് ടു എയർ മിസൈൽസ്, ഏറിയൽ ഷോർട്ട് റേഞ്ച് ഏറിയൽ ഡിഫൻസ് സിസ്റ്റം, ലോങ് റേഞ്ച് ഏറിയൽ ഡിഫൻസ് സിസ്റ്റം S-400 പോലെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. അത് നമുക്ക് കയറ്റുമതി ചെയ്യാനാവില്ല. അതേസമയം മറ്റു ചില എയർ ഡിഫൻസ് സിസ്റ്റം, ഇതെല്ലാം തന്നെ നമുക്ക് വിൽക്കാനുണ്ട്. വാങ്ങാൻ ആൾ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ, അവർക്ക് പണം ആവശ്യമുണ്ട്. ഇന്ത്യ പറയുന്നു, തുച്ഛമായ വിലയ്ക്ക്, ന്യായമായ വിലയ്ക്ക്, ഉൽപ്പാദനക്ഷമത ഏറ്റവും കൂടിയ രാജ്യമാണ് ഇന്ത്യ. വളരെ ലോ ബഡ്ജറ്റിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ, മിതമായ പലിശയിൽ ഞങ്ങൾ അങ്ങോട്ട് പണം തരും, നിങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, മിതമായ പലിശ തരിക. പക്ഷേ അവിടെ കച്ചവടം നടക്കും. പക്ഷേ ആ പലിശ സഹിതം മുതൽ തിരിച്ചു പിടിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഭാരതത്തിനുണ്ടാകും. അല്ലെങ്കിൽ മറ്റ് കയറ്റുമതികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഏതായാലും ആ ഒരു പോളിസിയിലേക്ക് ഭാരതം നീങ്ങുകയാണ്. കാരണം ഇത്
ചൈന ആ മാർക്കറ്റ് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഭാരതം മുൻകൂട്ടി കണ്ടു. കാരണം വ്യാപാര യുദ്ധം മുറുകയാണ്. ട്രംപിൻ്റെ വ്യാപാര യുദ്ധം, പ്രത്യേകിച്ച് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം മുറുകുമ്പോൾ ചൈന ഇപ്പോൾ തന്നെ വലിയൊരു ആയുധ മാനുഫാക്ചറിങ് രംഗത്താണ്. പക്ഷേ അത്യന്താധുനികമായ പല ആയുധങ്ങളും, പ്രത്യേകിച്ച് വിമാനങ്ങൾ, ഫൈറ്റർ പ്ലെയിൻസ്, ചില ബിഗ് വിമാനങ്ങൾ റഷ്യയുടെ കുത്തകയാണ്. സുഖോയ് വിമാനങ്ങൾ, അതുപോലെ ഫ്രാൻസിൽ നിന്നും റഫാൽ പോലെയുള്ള വിമാനങ്ങൾ, ബ്രിട്ടീഷ് ജാഗ്വാർ വിമാനങ്ങൾ, അമേരിക്കയിൽ നിന്നും F-16 അങ്ങനെയുള്ള F-35 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ, B-2 വിമാനങ്ങൾ, ഇതൊക്കെ വലിയ ടെക്നോളജി ഇൻവോൾവ് ആകുന്ന വിമാനങ്ങളും മറ്റുമൊക്കെയാണ്. വിമാനങ്ങളാണല്ലോ ഏറ്റവും വില കൂടിയ കാര്യങ്ങൾ. അതുപോലെ കപ്പലുകൾ, അന്തർവാഹിനികൾ, ഇതൊക്കെ തന്നെ കച്ചവടം ചെയ്യണമെങ്കിൽ വളരെ വലിയ സാങ്കേതികവിദ്യ ഉണ്ടാകണം. ഇപ്പം നിലവിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അമേരിക്കൻ, റഷ്യൻ ആയുധങ്ങളാണ് ലോക വിപണികളിൽ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന വിവിധങ്ങളായ കാരണങ്ങളാൽ. എന്നാൽ റഷ്യക്ക് ഇപ്പോൾ ആവശ്യത്തിന് ആയുധങ്ങൾ സ്വന്തം ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ ഇല്ലാതെ വരുന്നു. നമ്മളേറെ കേട്ടതാണ് ഇറാനിൽ നിന്നും റഷ്യ ഡ്രോണുകൾ ഇറക്കുമതി ചെയ്ത് ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈൻ യുദ്ധം ചെയ്യുന്നത് നമ്മൾ കേട്ടതാണ്. റഷ്യയിൽ പട്ടാളക്കാരുടെ കുറവ് വന്നപ്പോൾ നോർത്ത് കൊറിയയിൽ നിന്നും കിം ജോങ് ഉൻ അയച്ച പട്ടാളക്കാരെ വെച്ചുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം മുന്നോട്ട് പോകുന്നത് കണ്ടു. അതുപോലെ പട്ടാളക്കാരുടെ മറ്റൊരു ഷോർട്ടേജ് കൊണ്ട് റഷ്യ ഈ പ്രഗോഷിൻ്റെ സൈന്യം, അതായത് വാഗ്നർ ആർമിയെ ഉപയോഗിച്ചുകൊണ്ട്, കൂലിപ്പട്ടാളമാണ് അപ്പം ആ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ യുദ്ധം നയിക്കുന്നത് കണ്ടു. ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ്. ആയുധങ്ങൾ ഏറെ ഉപയോഗിക്കപ്പെട്ട 2-3 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതുപോലെ ഇസ്രായേൽ ആയുധങ്ങൾ വേണം. അമേരിക്കയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൺസൈൻമെൻറ്റ് ഇസ്രായേൽ എത്തിയെങ്കിൽ മാത്രമേ ഗസയ്ക്ക് നേരെ, അയൽ രാജ്യങ്ങൾക്ക് നേരെ ഉപയോഗിക്കാനാവൂ. അതുകൊണ്ട് ലോകമെമ്പാടും ആയുധങ്ങൾക്ക്, പ്രത്യേകിച്ചും റിപ്ലനിഷ് ചെയ്യേണ്ട ആയുധങ്ങൾക്ക്, തോക്കുകളും ഒന്നുമല്ല, വിമാനങ്ങൾ പോലുമല്ല, മറിച്ച് വെടിക്കോപ്പുകൾ, പടക്കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഷെല്ലുകൾ, മോർട്ടാറുകൾ, പീരങ്കി ഷെല്ലുകളൊക്കെയാണ്. ഇതിനൊക്കെ ഗണ്ണിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ റൈഫിളുകൾ ഉപയോഗിക്കേണ്ട തിരകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ വലിയ ഷോർട്ടേജാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആ രംഗത്തേക്ക് ഓർഡിനൻസ് ഫാക്ടറി, ഈ അമ്യൂണിഷൻസ് നിർമ്മിക്കുന്ന ഓർഡിനൻസ് ഫാക്ടറികളോട് വളരെ വലിയ രീതിയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഒരു ലക്ഷ്യം, 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ബഹിരാകാശത്തേക്ക് നമ്മൾ നോക്കുന്നു. ബഹിരാകാശം ഒരുപാട് സാധ്യതകളുള്ള സ്ഥലം. നമ്മുടെ ISROയ്ക്കുള്ള ഫണ്ടിങ് വളരെയധികം കൂടി വരികയാണ്. അത് മാത്രമല്ല സ്പേസ് റിസർച്ചിന് വലിയ പ്രാധാന്യം ഇന്ത്യ നൽകുന്നു. ഇപ്പം ചന്ദ്രയാൻ, മംഗൾയാൻ പദ്ധതികൾ ഒക്കെ നമ്മൾ പറയുന്നു, ആദിത്യ L1, ഈ പദ്ധതികളെല്ലാം പറയുന്നു, നല്ല കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മിസൈൽ സാങ്കേതികവിദ്യയും വികസിപ്പിച്ചെടുക്കുന്നു. ക്രയോജനിക് സാങ്കേതികവിദ്യ തദ്ദേശീയമായി ഭാരതം വികസിപ്പിച്ചു കഴിഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളൊരു ഏറിയൽ ലോഞ്ച് മാർക്കറ്റിലാണ്. മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വളരെ തുച്ഛമായ തോതിൽ നമുക്ക് ശ്രീഹരിക്കോട്ടയിൽ നിന്നോ തുമ്പയിൽ നിന്നോ ഒക്കെ ലോഞ്ച് ചെയ്യാവുന്ന രീതിയിലേക്ക് ലോക സാറ്റലൈറ്റ് ലോഞ്ച് മാർക്കറ്റ്, അപ്പോൾ SLV, ASLV, PSLV, GSLV, അങ്ങനെ നമ്മുടെ റോക്കറ്റ് റേഞ്ചുകളും വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മറ്റൊരു സാധ്യതയാണ്. കാരണം വിപണന രംഗത്തെ, അതായത് ശൂന്യാകാശ, ബഹിരാകാശ രംഗത്തെ ഈ ഉള്ള ഓർബിറ്റിംഗ്, അതിനുള്ള ടെക്നോളജി ഭാരതം വികസിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൺവെൻഷണൽ രീതിയിൽ നമ്മുടെ കാർഷിക വ്യവസ്ഥ, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, പ്രൈമറി സെക്കൻഡറി സെക്ടർ, അതുപോലെ ടെർഷറി സെക്ടറിലെ സർവീസ് സെക്ടർ, ഇതൊക്കെ വികസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം ചേരുന്ന ഒരു സെക്ടറാണ് ഈ വ്യോമ പ്രതിരോധം, ബഹിരാകാശം, അതുപോലെ ആയുധ വിൽപ്പന. ഈ സെഗ്മെൻറ്റിൽ ഭാരതം അതീവ ഈ ഷോർട്ട് ടേമിൽ തന്നെ, അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ സാമാന്യം വലിയ ശക്തിയായി മാറും എന്നാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ നെറ്റ് ഇമ്പോർട്ടറാണ് ആയുധങ്ങളുടെ കാര്യത്തിൽ. അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. നമുക്ക് തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ആവശ്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി ഇന്ത്യയിലാണ്. പക്ഷേ അതുതന്നെ നമ്മൾ ഘടകഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കുന്ന വിദ്യകളിലാണ്. അതുകൊണ്ട് ചൈന അഡോപ്റ്റ് ചെയ്ത ഏതാണ്ട് അതേ മോഡൽ ഭാരതവും അഡോപ്റ്റ് ചെയ്യുന്നു. ചൈനയേക്കാൾ കൂടുതൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ സ്വീകാര്യത നേടിയെടുത്താൽ മാറി വരുന്ന ലോകക്രമത്തിൽ അമേരിക്കയുമായി ചൈനയ്ക്കുള്ള ട്രേഡ് വാറൊക്കെ പരിഗണിക്കുമ്പോൾ പല ഉപരോധങ്ങളും പല രാജ്യങ്ങൾക്ക് നേരെ വരാം. ആ ഒരു ആനുകൂല്യം മുതലാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ കാര്യമായി ഉപരോധം വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയെ പിണക്കാതെ തന്നെ മറ്റ് രാജ്യങ്ങളാരും കാര്യമായി ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഇടത്തേക്ക് ഭാരതം
വൻതോതിൽ പ്രവേശിക്കുകയാണ്. അതായിരിക്കും ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ഭാവി വരുമാന മാർഗങ്ങളിൽ വളരെ വലിയ ഒന്ന്. അപ്പോൾ ആ ഒരു സൂചന വളരെ മുൻപ് തന്നെ നമ്മുടെ ഏതാനും തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന, എക്സിം ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില തീരുമാനങ്ങൾ, അതുമാത്രമല്ല ഡിഫൻസ് അറ്റാഷെ പല രാജ്യങ്ങളിലും 15ഓളം വിദേശ രാജ്യങ്ങളിൽ, ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഭാരതം ഈ കഴിഞ്ഞ ആഴ്ച ഡിഫൻസ് അറ്റാഷെ നിയമിച്ചു, എംബസിയോട് ചേർന്നുകൊണ്ട്. അപ്പോൾ ഹൈക്കമ്മീഷനോടും എംബസിയോടും ചേർന്നുകൊണ്ട് ഡിഫൻസ് അറ്റാഷെ നിയമിക്കുന്നത് എന്തിനാണ്? അതത് രാജ്യങ്ങളുമായി ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് ആയുധങ്ങൾ നിങ്ങൾ വാങ്ങിയിരുന്നത് ഇപ്പോൾ ഫ്രാൻസിൽ നിന്നാണ്, ജർമ്മനിയിൽ നിന്നാണെങ്കിൽ അത് നിർത്തിവെച്ച് ഭാരതത്തിൽ നിന്നും തത്തുല്യമായ ആയുധങ്ങൾ, അമ്യൂണിഷൻസ് വാങ്ങണം എന്ന സ്നേഹപൂർവ്വമായ നിർബന്ധമാണ്. അതിനുള്ള പണം ഞങ്ങൾ തരാം, ലോണായി തരാം, തിരിച്ചടയ്ക്കണം തുച്ഛമായ പലിശയിൽ. അപ്പോൾ ഇതൊരു പുതിയ തന്ത്രമാണ്. വിജയിച്ചാൽ ഭാരതത്തിലെ ജനങ്ങളായ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.